ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തിക വിശംഭരൻ. പശ്ചിമേഷ്യയിലെ നിലവിലെ സ്ഥിതി വളരെയധികം ആശങ്കാജനകമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണിയുമായി ന്യൂഡൽഹിയിൽ നടന്ന ഉഭയകക്ഷി ചർച്ചയ്ക്ക് ശേഷം നടത്തിയ സംയുക്ത പത്രസമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. നയതന്ത്ര ചർച്ചകളിലൂടെ തർക്കങ്ങൾ പരിഹരിക്കുന്നതിനെ ഇന്ത്യ പിന്തുണയ്ക്കുമെന്ന് പറഞ്ഞ അദ്ദേഹം മേഖലയിലെ എല്ലാ ഇന്ത്യൻ പൗരന്മാരുടെയും സുരക്ഷ ഉറപ്പാക്കാൻ മറ്റു രാജ്യങ്ങളുമായി സഹകരിച്ച് പ്രവർത്തിക്കുമെന്നും കൂട്ടിച്ചേർത്തു. 2030 ഇന്ത്യയും കാനഡയും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം $50 ബില്യൺ ഉയർത്തുക എന്നതാണ് ലക്ഷ്യമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പശ്ചിമേഷ്യയിൽ സംഘർഷം തുടരുന്നു. അമേരിക്കയുമായി ചർച്ച നടത്തില്ലെന്ന് ഇറാനിയൻ സുരക്ഷാ ഉദ്യോഗസ്ഥൻ അലി ലാരിജാനി വ്യക്തമാക്കി. ഇറാന്റെ പരമോന്നത നേതാവ് ഖമേനിയെ കൊലപ്പെടുത്തിയ US വ്യോമാക്രമണങ്ങളെ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി ശക്തമായി അപലപിച്ചു. പശ്ചിമേഷ്യൻ സംഭവ വികാസങ്ങളിൽ കടുത്ത ആശങ്ക പ്രകടിപ്പിച്ച ഇന്ത്യ രാജ്യങ്ങൾ സംയമനം പാലിക്കണമെന്നും സാധാരണക്കാരുടെ സുരക്ഷയ്ക്ക് മുൻഗണന നൽകണമെന്നും അഭ്യർത്ഥിച്ചു. ഇറാനെതിരെ ഉണ്ടായ ഇസ്രയേൽ US ആക്രമണങ്ങളെ തുടർന്ന് ഇന്ത്യയിലും അക്രമങ്ങൾക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി. പ്രകോപനപരമായ പ്രസംഗങ്ങൾ ഉൾപ്പെടെ നടത്തുന്ന ഇറാൻ അനുകൂലികളെ തിരിച്ചറിയാൻ ആവശ്യപ്പെട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം എല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും കത്തയച്ചതായാണ് റിപ്പോർട്ട്. ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയിയുടെ വധത്തിൽ പ്രതിഷേധിക്കുന്നവർക്കെതിരെ ജമ്മു കശ്മീരിൽ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. കശ്മീർ മേഖലയിലെ എല്ലാ സർക്കാർ സ്വകാര്യ സ്കൂളുകൾക്കും കോളേജുകൾക്കും ഇന്നും നാളെയും അവധി പ്രഖ്യാപിച്ചു. വിവിധ സർവകലാശാലകളും അവധി നൽകുകയും പരീക്ഷകൾ മാറ്റിവെക്കുകയും ചെയ്തു. കൂടുതൽ പോലീസിനെയും അർദ്ധസൈനികരെയും വിന്യസിച്ച് മേഖലയിലുടനീളം സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. ഗൾഫ് മേഖലയിൽ ഈ മാസം 5 SSLC പരീക്ഷയും 5, 6, 7 തീയതികളിലെ ഹയർ സെക്കൻഡറി പരീക്ഷയും മാറ്റിവെക്കാൻ തീരുമാനിച്ചതായി മന്ത്രി വി ശിവൻകുട്ടി. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യം കണക്കിലെടുത്ത് UAE, സൗദി അറേബ്യ, ഇസ്രായേൽ, ഖത്തർ എന്നിവിടങ്ങളിലേക്കും തിരിച്ചുമുള്ള എല്ലാ വിമാനങ്ങളും എയർ ഇന്ത്യ ഇന്ന് റദ്ദ് ചെയ്തു. കൂടാതെ ഇന്ന് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള യൂറോപ്പിലേക്കുള്ള തിരഞ്ഞെടുത്ത ചില വിമാനങ്ങളും റദ്ദാക്കിയിട്ടുണ്ട്. വടക്കേ അമേരിക്കയിലേക്കും യൂറോപ്പിലേക്കുമുള്ള മറ്റെല്ലാ സർവീസുകളും ബദൽ റൂട്ടുകളിലൂടെ പ്രവർത്തിക്കുന്നതിനാൽ യാത്രാസമയം കൂടുതലായിരിക്കുമെന്നും എയർ ഇന്ത്യ വ്യക്തമാക്കി. പശ്ചിമേഷ്യൻ സംഘർഷ പശ്ചാത്തലത്തിൽ വിമാനയാത്രക്കാരുടെ സംശയങ്ങളും പരാതികളും പാസഞ്ചർ അസിസ്റ്റന്റ് കൺട്രോൾ റൂം വഴി പരിഹരിച്ചു വരുന്നതായി വ്യോമയാന മന്ത്രാലയം. എയർ സേവ പോർട്ടൽ വഴിയോ 011-24604283 അല്ലെങ്കിൽ 011-24632987 എന്നീ ഹെൽപ്പ് ലൈൻ നമ്പറുകളിലൂടെയോ സേവനം ലഭ്യമാണ്. നോർക്ക റൂട്ട്സിന്റെ ഹെൽപ്പ് ഡെസ്ക് സഹായത്തിനായി +91 880 201 2345 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. ഇന്ത്യയിൽ നിന്നും 1800 425 3939 എന്ന ടോൾ ഫ്രീ നമ്പറിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഡൽഹി കേരള ഹൌസിലും കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട്. മധ്യപൂർവേഷ്യയിലെ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ കൊല്ലം തുറമുഖത്ത് ചരക്ക് കപ്പൽ നങ്കൂരമിട്ടു. ചൈനയിൽ നിന്നും സൗദി അറേബ്യയിലേക്ക് പോവുകയായിരുന്ന ഓഫ്ഷോർ സപ്ലൈ വെസൽ നിലവിലെ യുദ്ധ സാഹചര്യത്തിൽ സൗദി തീരത്തേക്ക് പോകാൻ കഴിയാത്തതിനാൽ കൊല്ലം തുറമുഖത്ത് നങ്കൂരമിടുകയായിരുന്നു. കേരളത്തിൽ ഈ വർഷം ജനുവരി 1 18 വയസ്സ് പൂർത്തിയായിട്ടും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ സമയത്ത് പേര് ചേർക്കാൻ സാധിക്കാത്തവർക്ക് പട്ടികയിൽ പേര് ചേർക്കാൻ അവസരം. voters.eci.gov.in എന്ന വെബ്സൈറ്റിലൂടെയോ ECI നെറ്റ് മൊബൈൽ ആപ്പ് വഴിയോ ബൂത്ത് തല ഓഫീസർ വഴിയോ അപേക്ഷിക്കാം. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി വരെയാണ് പേര് ചേർക്കാൻ അവസരമുള്ളത്. ആറ്റുകാൽ പൊങ്കാലയ്ക്കൊരുങ്ങി തിരുവനന്തപുരം. സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. കർശന സുരക്ഷയുടെ ഭാഗമായി 24 മണിക്കൂറും നിരീക്ഷണ ക്യാമറ പ്രവർത്തിക്കുന്നുണ്ട്. നിലവിലുള്ള 900 പോലീസ് ഉദ്യോഗസ്ഥരെ കൂടാതെ ഇന്നും നാളെയുമായി 4500 പോലീസുകാർ കൂടി പ്രത്യേക സുരക്ഷയ്ക്കായി എത്തും. നാളെ പൊങ്കാല ചടങ്ങുകൾ അവസാനിക്കും വരെ നഗരത്തിൽ ഗതാഗത നിയന്ത്രണമുണ്ടാകും. പൊങ്കാല ദിവസം 10 പോയിന്റുകളിൽ മെഡിക്കൽ ടീമും ആംബുലൻസുകളും സജ്ജമാക്കി. ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് ജലവിതരണത്തിൽ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നതിന്റെ ഭാഗമായി തിരുവനന്തപുരം മധുപാലം, നെല്ലിയോട്, തിരുവഴിമുക്ക്, തമ്പുരാൻമുക്ക്, മെനിലം, പുഞ്ചക്കരി തുടങ്ങിയ പ്രദേശങ്ങളിൽ ഇന്ന് ഭാഗികമായും നാളെ പൂർണ്ണമായും ജലവിതരണം തടസ്സപ്പെടും. ഉപഭോക്താക്കൾ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് വാട്ടർ അതോറിറ്റി അറിയിച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.